മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്റെ പ്ലേറ്റിലെ മന്തി കണ്ടുപോയി എന്റെ കൂട്ടുകാരാ. മൂടും കളഞ്ഞു. എന്താണ് രണ്ടുപേരും തമ്മിൽ പരിപാടി? ഞങ്ങൾ ഇങ്ങനെ ഓരോ പാരഡി ഒക്കെ പാടി ഷൂട്ട് ചെയ്യായിരുന്നു. ആര് ലിറിക്സ്? എന്റെ ലിറിക്സ്. തേങ്ങ എന്റെ ലിറിക്സ്. ഐഡിയ അവന്റെയാണ്, പക്ഷെ ലിറിക്സ് മൊത്തം എന്റെയാണ്. തന്നെ സമ്മതിച്ച്. എന്തിനാണ് അമ്മയൊന്ന്? അതെ, എന്റെ അമ്മായി പുറത്തെങ്ങാനും പോവാനാണെങ്കിൽ എന്നെ കൊണ്ട് വയ്യ അമ്മയുടെ കൂടെ വന്ന് പോസ്റ്റ് ആവാൻ. ദേ ചെറുക്കം വെറുതെ ഇരിക്കും, എവരെയും വിളിച്ചോണ്ടു പോകും. ഞാൻ വരാം. വയറ് നിറയെ ഫുഡും വണ്ടി നിറയെ പെട്രോളും അടിച്ചു തന്നാൽ ഞാൻ വരാം. പുറത്തൊക്കെ പോണം, പക്ഷെ ഇപ്പൊ ഞാൻ വന്നത് അതിനല്ല. എന്തിനാ വന്ന പിന്നെ? ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കത്തി. ഐഡിയ? അപ്പൊ എന്താ തേങ്ങ ഐഡിയ തന്നെ? തേങ്ങ ഐഡിയ കൊണ്ടുവന്നത് നീ. ഓ ശരി, സമ്മതിച്ച്. എന്നാ പിന്നെ അമ്മായിയുടെ മഹത്തായ ഐഡിയ പറ. നീ പോടാ. നീ ബൺമസ് കഴിച്ചിട്ടുണ്ടാ? പിന്നെ ഇതിന്റെ വീഡിയോ വൈറലായ അന്ന് തന്നെ ഞാൻ പോയി മേടിച്ച് കഴിച്ച സാധനം. നിനക്ക് ഇഷ്ടപ്പെട്ടാ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ? പിന്നെ പിള്ളേരൊക്കെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണ്ട അമ്മായി. സപ്പോർട്ട് ചെയ്യണമല്ലോ. അത് കാരണം കുറെ പേര് മോട്ടിവേറ്റ് ആയിട്ടും ഉണ്ട്. അതെ അതെ അതെ. അപ്പം നമുക്കൊന്ന് മോട്ടിവേറ്റ് ആയാലോ? ഇത് കഴിച്ച അന്ന് ഞാനൊന്ന് മോട്ടിവേറ്റ് ആയതാ. പിന്നെ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എന്നെ കെട്ടക്കങ്ങ് ഇറങ്ങി. എനിക്ക് അടിപൊളിയായിട്ട് ബൺമസ്ക ഉണ്ടാക്കാൻ. അപ്പളെ നനച്ച എന്റെ പൊന്നമ്മായി വഴി കൂടെ എന്തെങ്കിലും ആരെങ്കിലും ഒരു ഐഡിയ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നോക്കി പിടിച്ചോണ്ട് വരില്ലേ. ഇപ്പൊ പാരഡി ഉണ്ടാക്കിയ ആരുടെ ഐഡിയ ആയിരുന്നു? അതിപ്പോ കൊല്ലങ്ങളായിട്ടുള്ള ഐഡിയ അല്ലേ അമ്മായി? അമ്മായി ഉണ്ടാക്കാം അമ്മായി, ഞാൻ കഴിച്ചോ. എടേ അങ്ങനെയല്ല, പിന്നെ നമുക്ക് ഈ ബൺമസ്ക ഉണ്ടാക്കിയിട്ടേ വാഴക്കാല ജംഗ്ഷനിൽ കൊണ്ടുപോയി വിറ്റ് പൈസയൊക്കെ ഉണ്ടാക്കണ പരിപാടി ആയിരുന്നു എന്റെ മനസ്സിൽ. എന്ത് കിണിക്കണ? ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ ഇത് തന്നെ ആയിരിക്കും അമ്മയുടെ ഉണക്ക ഐഡിയ. ഉണക്ക ഐഡിയ ആണെങ്കിലേ ഞാൻ അങ്ങ് സഹിച്ച്. ലച്ചു നീ പറ. അമ്മായി ഇത് വർക്കാവൂല അമ്മായി. അതെന്ത് വർക്കാവത്തെ? സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും. അമ്മായി വിചാരിക്കുന്ന പോലെ അമ്മായിക്ക് അത്ര വലിയ കൈപ്പുണ്യം ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോ തുടങ്ങിയ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. കൈപ്പുണ്യല്ലേ? പക്ഷെ നീ കൂടെ നില്ല്, അപ്പൊ സെറ്റ് ആവൂലേ? അല്ല, നമുക്കൊരു വിശ്വാസമില്ലാത്തൊരു പരിപാടിക്ക് നമ്മൾ വെറുതെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസം വേണം. എടേ ഞാൻ 2-3 സാമ്പിൾ ഉണ്ടാക്കാം, നീ കഴിച്ചു നോക്ക്. കഴിച്ചു നോക്കിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ എന്റെ കൂടെ നിന്നാ മതി. അത് ആക്ച്വലി നല്ലൊരു ഐഡിയ ആണ്. ആദ്യം അമ്മായി ഉണ്ടാക്ക്, ഇഷ്ടപ്പെട്ട മാത്രം കൂടെ നിൽക്കുള്ളൂ. ഇഷ്ടപ്പെടുവല്ലോ, അപ്പൊ നീ കൂടെ നിൽക്കുമല്ലോ, നമ്മൾ ചെയ്യുമല്ലോ. വലിക്കുന്ന എന്തിന്? ഇതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. എടേ കുറച്ച് ബന്ന്, ഇത്തിരി ബട്ടർ, കുറച്ച് കണ്ടൻസ് മിൽക്ക്, കുറച്ച് വാനില എസൻസ്, ഇത്രയൊക്കെ മതി. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമ്മൾ സാധനം കൊടുത്താൽ ആൾക്കാർ ഇഷ്ടംപോലെ വരും. അതാണെങ്കിൽ പിന്നെ വലിയ റേറ്റ് ഇടണ്ട. സാധാരണ ആൾക്കാർ 40-50 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കണം. നമുക്കൊരു 30 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരൂലേ? അത് ആക്ച്വലി നല്ലൊരു ഐഡിയ ആണ് അല്ലേ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അധികം വേണ്ട. കുറച്ച് മതി. അധികം പണിയുള്ള കേസും അല്ലേ? അല്ല അല്ല, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഞാനിവിടെ ചേരാം. കാല് പിടിക്കാം. ആ പരിസരത്ത് പോലും വരരുത്. എന്റെ അമ്മായി ഇതേപോലത്തെ ഐശ്വര്യം കെട്ടവരോടത്തിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവരായിട്ട് ഞാൻ എന്ത് പരിപാടി തുടങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഏറ്റവും നല്ല പൊട്ടി പാളീസായിട്ടുണ്ട്. ഒരു വർക്കത്തില്ലാത്ത സാധനമാണ് എന്റെ അനിയൻ. അമ്മായി പറ. നീ വരണ്ടടാ. എടോ ഇത് വൃത്തിയായിട്ടൊക്കെ കൊടുക്കാനുള്ള സാധനമാണ്, അതുകൊണ്ട് നീ വേണ്ട. എടാ ഞങ്ങൾ ഉണ്ടാക്കി വെക്കണ ബന്ന് നീ തിന്ന് മാത്രമേ സഹായിക്കുള്ളൂ. മാത്രമല്ല നീ ആദ്യം പറഞ്ഞല്ലോ ഇത് അമ്മായിയുടെ തേഞ്ഞ ഐഡിയ ആണെന്ന്. നീ കൂടെ കൂടിയല്ലേ ചിലപ്പോ നീ തേഞ്ഞു പോയാലോ. അങ്ങനെ എന്നാ പിന്നെ ശരി, ചെല്ല്. അമ്മായി മരുമോളും കൂടെ ചെല്ല്. അടുത്ത ബഹിരാകാശ യാത്രക്ക് തയ്യാറായിരിക്കും. ചേട്ടത്തെ ബഹിരാകാശത്ത് നിന്ന് ചേട്ടൻ തിരിച്ചു വന്നോ? നോയോ, ഇനി നിങ്ങൾ ഈ പരിപാടിക്ക് കേശവമക്കളെ വാടാ 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 എന്ന് പറഞ്ഞാലും ഞാൻ വരൂല. അയ്യേ, അതിന് നിന്നെയൊക്കെ ആര് വിളിക്കണേ? അതെ, ആർക്ക് വേണം നിന്നെ? പാലച്ചു പോടാ പോടോ. പാരഡി പാടിക്കോ.
പരിപാടി? ആ കഴിഞ്ഞു. ഇനി ഇതില് ബട്ടർ അയക്കണം. തെച്ച്. എന്താ പരിപാടി? പുതിയ സ്റ്റാർട്ടപ്പ്. എന്തോന്ന്? പുതിയ ബിസിനസ് പരിപാടിയെന്ന്. ഓ, വീണ്ടും തുടങ്ങിയോ? അത് പിന്നെ ഇവരുടെ എന്റർടൈൻമെന്റ് ആണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും തുടങ്ങും, പൊളിയും, പിന്നെയും തുടങ്ങും, പിന്നെയും പൊളിയും. ഇപ്പൊ ഇതെന്താ പരിപാടി? ബൺ മസ്ക. എന്തോന്ന് മാസ്ക്? മാസ്ക് അല്ല മുമ്മേ, ബൺ മസ്ക. ബണ്ണിൽ ക്രീം തേച്ചിട്ടുള്ള പരിപാടി. എന്നാ പിന്നെ ക്രീം ബൺ എന്നങ്ങ് പറഞ്ഞാ പോരെ? നിങ്ങളെല്ലാം ഒന്ന് ചുമ്മാ ഇരിക്കോ? ഇതൊന്നും അല്ല. പിന്നെന്തുവാ ഇത്? ബൺ മസ്ക. അത് ക്രീം ബൺ അല്ലെന്ന്. ആദ്യം അതൊന്നും ഉണ്ടാക്കി കഴിയട്ടെ, എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറഞ്ഞാ പോരെ? ഓ പിന്നെ നിങ്ങളാ ഒരു പുച്ഛം. ഒന്നുമില്ല, സാധനം നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോ നല്ലതായിരിക്കുമോ എന്നൊരു സംശയം മാത്രം. നെഗറ്റീവ് മൈൻഡ് ചെയ്യണ്ട. സത്യം. കഴിക്കാം. ആദ്യം ഐശ്വര്യ ലച്ചുവിനെ എടുത്തു. ആദ്യം അമ്മയ്ക്ക് എടുക്ക്. ആ എന്നാ അമ്മ എടുക്കും. ഞാൻ എടുക്കട്ടെ. കഴിച്ചു നോക്കടാ. കഴിച്ചു നോക്കിട്ട് പറയാം. ഓ അടിപൊളിയാണോ? സൂപ്പറാണോ? ഇങ്ങനെയാണോ അമ്മ? എന്റെ മരുമോളായതുകൊണ്ട് പറയുവല്ല, സൂപ്പർ ആയിട്ടുണ്ട്. അത്ര ഒന്നും പോരാ. പിന്നെ മറ്റേ സക്സസ് ആവുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഡൗട്ടോ. അവന്റെ ഒരു ഡൗട്ട്. നിങ്ങൾ പറഞ്ഞ അത്ര ലേറ്റ് ഒന്നും ആവത്തില്ല. കഴിക്കണല്ലോ നീ. അതെന്തായാലും പിന്നെ ഒരു സാധനം തന്നിട്ട് പിന്നെ കളയാൻ പറ്റൂ അല്ലേ? എന്റെ സ്വഭാവം ഇങ്ങനെ അമ്മായി, കുറ്റം പറയുകയും ചെയ്യും എന്നിട്ട് തിന്നുകയും ചെയ്യും. അമ്മായി അമ്മയുടെ കൂടെ ഫുള്ളായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ഞെച്ചും ഉണ്ടാവും. പറഞ്ഞു നിൽക്കൂലേ കൂടെ? ഞാൻ കൂടെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഡെയിലി എനിക്ക് മസ്ക ബണ്ണാവും. ആ അത് തരാം. അമ്മയാ? ഞാൻ കൂടെ ഉണ്ടാവും. അമ്മയ്ക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ എത്ര വേണമെങ്കിലും തരാം. ഓ ലച്ചു, നമ്മൾ സക്സസ് ആയി. ഡേ വേണമെങ്കിൽ ഇപ്പഴേ അങ്ങ് കൂടിക്കോ അല്ലേ ലച്ചു? അത് തന്നെ. പിന്നെ ഞങ്ങളുടെ പരിപാടിയൊക്കെ സക്സസ് ആയി കഴിയുമ്പോ ഞങ്ങളെയും കൂട്ട് എന്നെയും കൂട്ടെന്നും പറഞ്ഞ് പുറകെ നടന്നാ കൂട്ടൂല. പിന്നെ ഈ ഉണക്ക പരിപാടിക്കൊന്നും നമ്മളില്ല. ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ ബിസിനസ് ഐഡിയാസും ആ ഗേറ്റ് കണ്ട അത് കഴിയുന്നിടം വരെ സൂപ്പർ ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോട്ടി കിടന്ന് തല്ലും വെള്ളം തന്നെ. എനിക്കൊന്നും വീടാ പിന്നെ തല്ലുകൊള്ളേ, ഞാൻ നിർത്തി. അതൊക്കെ നീ കൊണ്ടുവരുന്ന ബിസിനസ് ഐഡിയ ആയിരിക്കും. നമ്മൾ ഇത്തവണ ഹിറ്റാക്കും, നോക്കിക്കോ. അത് തന്നെ. ഹിറ്റ്. ലച്ചു, നമുക്കൊരു പേര് വേണ്ടേ? പിന്നെ പേര് വേണ്ടേ? എന്ത് പേര് ഇടും? നമ്മൾ രണ്ടുപേരും നടത്തുന്ന പരിപാടി ആയതുകൊണ്ടേ നമുക്ക് ഗൗരി ലച്ചൂസ് ബൺമസ്ക എന്ന് പേരിട്ടാരാ? അത് കൊള്ളാം. സെറ്റ്. അമ്മ പേര് കൊള്ളൂലേ? അത് അടിപൊളിയായിരിക്കും. വേറെ ഇഷ്ടപ്പെട്ടാ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, നല്ല പേര്. അപ്പൊ അത് മതി എന്നെ ലച്ചു, മതി. അപ്പൊ നാളെ മുതൽ ഗൗരി ലച്ചൂസ് ബൺമസ്ക. ബോർഡില്ലേ? പക്ഷെ ആരും വരുന്നില്ലല്ലോ അമ്മായി. വരൂടെ, നീ ഒന്നും വെയിറ്റ് ചെയ്യ്. നമ്മളെല്ലായിടത്തും വച്ചല്ലേ ഉള്ളൂ. കൂട്ടിക്കെട്ടെന്ന് വരുവോ? എന്റെ ലച്ചുവേ, ഒരാള് കഴിച്ചാൽ മതി, പിന്നെ നമ്മൾ സക്സസ്ഫുൾ ആണ്. അതിന് ആ ഒരാള് വരണ്ടേ? വരുമല്ലോ, നീ വെയിറ്റ് ചെയ്. കുറെ നേരമായി. വരും. ഹോപ്പ് കൈവിടാൻ പാടില്ല. ഹോപ്പല്ലേ?
കേശ് എന്തായി എടാ നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലടാ. എടാ പോടാ. എനിക്ക് ജോലി ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്കുണ്ടല്ലോ ജോലി. ആ ഞാൻ കൊണ്ട് ജോലി. തന്നെ അതെ, ഈ പരിപാടി പെട്ടെന്ന് പൊളിയാണെങ്കിൽ അങ്ങ് എനിക്ക് വീട്ടിൽ പോയിരുന്നു. ചെറുക്കാ കൂടുതൽ ഷോ കാണിക്കാതെ പോവാൻ നോക്ക്. ഞാൻ ഷോ കാണിക്കാൻ വന്നല്ല, ഞാൻ ഷോ കാണാൻ വന്നേ. ലച്ചു ഇവിടെ സൗണ്ട് അടങ്ങമ്മായി, നീ നോക്കിക്കോടാ. ഒരാള് മേടിച്ച് കഴിച്ചാണല്ലോ അത് ഞങ്ങളുടെ സക്സസ് ആണ്. ഒരാളെങ്കിലും മേടിച്ച് കഴിക്കണ്ടേ ഇത്? നീ മേടിച്ച് കഴിക്കും നോക്കിയോ. അതെ, കഴിച്ചു കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും അവർക്ക്. നമ്മള് കാണിച്ചു തരാം. അണ്ണൻ പോവാൻ നോക്ക്. അന്നാ പോയേക്കാം. ചെല്ല് നടക്കട്ടെ നീ പോടാ. ഓ ഞാൻ പോണ്. നമ്മളിനി എന്തിനാണോ ചേട്ടാ ചേട്ടാ എന്റെ പൊന്നിയേട്ടാ, ആരോഗ്യത്തിന് കേടാണ്, എന്ത് മേടിച്ച് കഴിക്കല്ലേ. നിനക്കെന്തിനാ മാറിയില്ലടാ? ഞാൻ അവിടെ മാറിയേക്കാം, ഞാൻ മാറിയില്ലല്ലോ. ആവശ്യമില്ലാത്ത കമന്റ് അടിച്ചോണ്ടിരിക്കുന്നത്. റോഡാണ്, ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റില്ലെന്നുണ്ടോ ചേട്ടാ? ബൺമസ്ക കാര്യമൊന്നുമില്ല, ആരോഗ്യത്തിന് കേടാ. ഞാൻ പോയി താങ്കളെ പോയി ചായ കുടിച്ചിട്ട് വരാം. ഓ നിങ്ങളുടെ ഇവിടെ ചായ ഉണ്ട്? ഓ മൈ ഗോഡ്. ചേട്ടാ പൺമസ്ക എടുക്കട്ടെ. പൺമസ്ക വേണ്ട. ചേട്ടാ കഷ്ടമാണ് ചേട്ടാ പോവാൻ ചേട്ടാ. ഇന്നത്തെ പണിയൊന്നും ശരിയായില്ല. ആ ജോയി എന്തെങ്കിലൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓ ചോദിച്ചു ലച്ചോളെ ജോയ് ചേട്ടാ, ഇതെന്തോ പരിപാടി? ചേട്ടാ ദേ പുതിയ പരിപാടിയാ. ആ അമ്പോ എടുക്കട്ടെ ഒരെണ്ണം. ഓരോടുക്ക് ചേട്ടാ അതവിടെ വെക്കോ. ഇതെടുത്തോ ഓരോന്ന് ഇവന് ഓരോ കൊടുക്ക്. ചേട്ടാ എന്തുണ്ട് ഏട്ടാ വിശേഷം? സുഖമല്ലേ? ഓ സുഖാണ്. ചായ എടുക്കട്ടെ. ചായ ചായ നിനക്കാണോ? ആ ബൺമാസ്ക ചായ മുക്കി കഴിയണം. അങ്ങനെയാണോ? ആ അങ്ങനെയാണ്. ചായ എടു. ആ ചേട്ടാ ഇത് മുക്കി കഴിക്കണം കേട്ടോ. ഓ ഓ എടുക്കട്ടെ ചായ എടുക്കട്ടെ. എന്ത് ബനാനാണ്? ലച്ചുമോളെ ഇത് തലക്കിന്നാ സൂപ്പർ. ജോയ് ചേട്ടാ അമ്മായി ഉണ്ടാക്കിയതാ. ഗൗരിയമ്മായി ഓ ശർക്കര തകർത്ത്. ഒരു 10 പേരടുത്ത് പറയണേ. 10 പേരടുത്ത് പറയാൻ ജോയിൻ മിടുക്കല. കണ്ടാണ് ആസ്വദിച്ച് കഴിക്കണ്ടാ പോണാ. അവന്റെ നാട്ടിലെ ഡ്രസ് എന്ന് പറയുന്നത് ഞാൻ എന്തിനാ? നീ ഇപ്പൊ കഴിക്കുന്നതല്ലേ, അത് ഉള്ളതില്ല. ഇതാ സൂപ്പർ. ജോയ് ചേട്ടാ ഒരെണ്ണം കൂടെ. ഒരെണ്ണല്ല 4 വേണം. നല്ലോ ഞാനേ ഈ കട വരെ ഒന്ന് പോയിട്ട് വരുമ്പോഴേക്കും പാക്ക് ചെയ്ത് വെച്ചേക്ക്. ഓ ഓരോന്നിന് എത്രയാ? 30 രൂപ. എടാ പോടാ, ലാഭാണ്. 30, 60, 4 കൂടെ അല്ലേ? എത്ര എത്ര? ഹോട്ടൽ എത്രയാ? 150. പിന്നെ ചായ ചായ 12 രൂപ. 192. 192. ആ എടാ ഒന്ന് പിടിക്കടാ. പൈസ ഇട്ടില്ലടേ. പൈസ തരാ, നീ കൊടുക്ക്. താങ്ക് യു ചേട്ടാ. ഞാൻ പോയിട്ട് വരാം. അമ്മുമ്മ അമ്മ അമ്മുമ്മ. ഓ എന്തായി പരിപാടി സക്സസ് ആയ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു പരിപാടി വിജയിക്കുമെന്ന്. ഗൗരി എന്റെ അല്ലേ മരുമോള്? ഞങ്ങള്
ഒരു നോട്ട്ബുക്ക് മേടിച്ചിട്ടുണ്ട്. എന്തിന്? എന്തിനാ നമ്മളവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നല്ല അഭിപ്രായമല്ലേ പറയുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ നോട്ട്ബുക്ക് മേടിച്ചത്. അല്ലേ ലച്ചു? തന്നെ 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 നല്ല അഭിപ്രായമായിരിക്കും. തുറന്ന് വായിച്ചു നോക്ക്, നല്ല പച്ചത്തെറിയായിരിക്കും എഴുതി വെച്ചേക്കണത്. സംഭവം അമ്മൂമ്മ, ഈ സ്ത്രീകളായോണ്ടേ പബ്ലിക് വെച്ച് ടക്കനെ വിളിക്കാൻ പറ്റില്ലല്ലോ, അത് മൊത്തം അവരിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അമ്മായിയേ ഒന്ന് വായിച്ചു കൊടുത്തേ. വായിക്കാം അല്ലേ? സൂപ്പർ ടേസ്റ്റ്, വാവ്, അമേസിങ്, കിടില സാധനം, കൊള്ളാം ചേച്ചിമാരെ. എല്ലാം ഒറ്റ കൈയക്ഷരം, എല്ലാം അമ്മായി തന്നെ എഴുതി. അയ്യാ, ഒറ്റ കൈയക്ഷരമൊന്നുമല്ല, പോടാ. നോക്ക് നോക്ക് നോക്ക്, ഒറ്റ കൈയക്ഷരമൊന്നും കണ്ടില്ലെങ്കിൽ കണ്ണു നിറയെ കാണടാ. കയ്യക്ഷരം ഒരുപോലെ തോന്നുന്നതേ കണ്ണില് ചിലപ്പോ തിമിരുള്ളതുകൊണ്ടായിരിക്കും. കണ്ണിന് തിമിരും അല്ലേ? ഓ ശരി ശരി, ഞാൻ കണ്ണു നിറയെ കണ്ടോളാം. ഇന്നല്ല, നാളെ. ഈ ബൺമസ്ക കഴിച്ചവരുടെ അവസ്ഥ നാളെയല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേ, അറിഞ്ഞു അറിയാതെയും പോലെ ആ ഏരിയയിലൊന്നും പോയല്ലേ, അവൻ അറിഞ്ഞു പോയേക്കും. ഈ തേഞ്ഞ ഐഡിയ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല ഐഡിയ കാണുമ്പോ ഇങ്ങനെ കിടന്ന് ചൊറിയും. കുഴപ്പമില്ലല്ലേ? ചൊറിയാണ് ആൾക്കാര് മാറിയിരുന്നു ചൊറിയട്ടമ്മായി. അത് തന്നെ, അങ്ങോട്ട് ചൊറിഞ്ഞോ? ചൊറിയാ. എടാ, നിനക്ക് അവരുടെ കൂടെ പോയി സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് പോയി സഹായിക്ക്. ഞാനൊന്നുമില്ല, എൻ്റെ പൊന്നമ്മൂമ്മ, ഫുഡിന്റെ കാര്യമാണ്. നാട്ടുകാര് ഞാനൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ആദ്യം എന്നെ അറിഞ്ഞിട്ടേ പോവുള്ളൂ. ഇതേപോലെ അവരെ പിന്നെയെന്ന് പറഞ്ഞ് വിട്ടുവെക്കൂലേ. ചേട്ടാ, ചേട്ടൻ ഇന്നലെ തിന്നല്ലേ, അങ്ങനെ ചേട്ടൻ ഇന്ന് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തുവാ? കറക്റ്റ് ക്വസ്റ്റ്യൻ. അത് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സാധനം ഒന്നും ഏക്കൂല മക്കളെ. പാവം പിടിച്ചവരുടെ അവസ്ഥ. തരുമ്പോ വെട്ടി വിഴുങ്ങും, എന്നിട്ട് കുറ്റവും പറയും. എടാ, വലിയ ജാടയൊന്നും കാണിക്കാതെ നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ അവരുടെ കൂടെ ഒന്ന് പോ. ഞാനൊന്നുമില്ല അമ്മൂമ്മ, ഞാൻ സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുത്തരാണ്. അങ്ങനെ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇവരുടെ കട ഞാൻ പൂട്ടി. ചേട്ടാ, ചേട്ടനെന്തോ അസൂയാണോ? അസൂയേ? മക്കളെ, ഈ അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോഴാണ് ഈ അസൂയ. ഇതിപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ? ഇല്ല, അതുകൊണ്ട് എനിക്കെന്തിനാ അസൂയ? അല്ലെങ്കിൽ ഇത് സ്ഥിരം ഉള്ളതാ. ആരെങ്കിലും എന്തെങ്കിലും നല്ല പരിപാടി കൊണ്ട് വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ചൊറിയും പിടിച്ച് കുത്തിരുന്നവൻ മൂട്ടിലെ പൊടിയും തൂത്ത് ഇറങ്ങി വരും. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന്. ലച്ചുവേ, നമുക്ക് ഇവനോടൊന്നും സംസാരിക്കണ്ട, നാളത്തെ പരിപാടി സെറ്റാക്കണ്ടേ? വാ പോവാ. അമ്മായി, ഇന്നത്തെ തിരക്കനുസരിച്ച് നാളെ കുറച്ചും കൂടെ പണിറക്കണ്ട വരും. അത് ശരിയാണ്, കുറച്ചധികം ഇറക്കേണ്ടി വരും. അതെ അതെ, ഹിമാലയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഹിമാലയം പൊട്ടലുണ്ടാവുള്ളൂ. ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ അതങ്ങ് സഹിച്ചോളാം കേട്ടോ. വാ ലച്ചു. എനിക്കൊന്നും തരാ. പിന്നെന്താ, അത് രണ്ടും കഴിച്ചു. നമ്മളെ കുഞ്ഞിനുള്ളതല്ലേ, നിനക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. ശരി, പാറ വെച്ചോടാം. അമ്മടാ, ഞാൻ ഇത് ബോർഡ് അപ്പുറത്തോണ്ട് വെച്ചു. ശരി. എന്താടാ? എനിക്കൊന്നും ഇല്ല. വേണോ? വേണ്ട. എടാ, പോയി വേണമെങ്കിൽ കഴിച്ചു. കഴിച്ചു. അമ്മായി ഇറങ്ങിയില്ല ഇതുവരെ. അമ്മായി, അമ്മായിയേ, എടേ ഞാൻ വരണേ. വാ, സമയം പോണെന്ന്. എടാ, ഞാൻ റെഡി ആവണതാ, എത്തി. ചേച്ചി, ഓ, ഇന്ന് പോകുമ്പോഴേ ഞാനും കൂടെ കൂടെ വരട്ടെ. വേണ്ട, മക്കള് വീട്ടിൽ ഇരുന്ന് പഠിച്ചാ മതി. കഴിക്കാനുള്ള ബൺമസ്ക എടുത്ത് വെച്ചിട്ടില്ലേ, അത് തിന്നോണ്ട് ഇവിടെ തന്നെ ഇരി കേട്ടാ. അമ്മായി വാ. അമ്മായി എടേ, നീ ഒന്നും എടുത്ത് വെച്ചില്ലേ? ഇല്ല, ഞാൻ അമ്മായി വന്നിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. ബെസ്റ്റ്, ഞാൻ എല്ലാം എടുത്തിട്ട് വരാം. എന്താ വർഷ? വീഡിയോയാ? ഇല്ല, ഞാൻ കണ്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? പിന്നെ ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാണ്. നിങ്ങള് ഈ ഗൗരി ലച്ചൂസ് ഉണ്ടാക്കുന്ന ബൺ മസ്ക കഴിച്ചിട്ടുണ്ടോ? അമ്മായിയേ, എന്തടേ? വന്നേ. എന്താ ചേച്ചി? മിണ്ടാരി വച്ചേ. അമ്മായി,
എടാ ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ. പിന്നെ അത് എടുത്ത് വെക്കട്ടെ, വരൂല, ഒന്നിങ്ങ് വരുമോ? ഇത് എന്താണ് നീ ഇങ്ങനെ വിളിച്ചു ഊണ്? വല്ലതും അറിയുന്നുണ്ടോ? ഇത് കണ്ടു നോക്ക്. എന്റെ പൊന്നു മക്കളെ, അറിഞ്ഞു അറിയാതെ കഴിച്ചു കഴിഞ്ഞ വയറിന് നല്ല 8 പണി കിട്ടും. വയറിന് പണി കിട്ടി എന്ത് പറ്റും? വയറ്റിന്ന് പോവും. വയറ്റിന്ന് പോയി എന്ത് പറ്റും? പിന്നെയും വിശക്കും. പിന്നെയും വിശന്ന പിന്നെയും കഴിക്കും. പിന്നെയും പോവും. പിന്നെയും കഴിക്കും. പിന്നെയും പോവും. അങ്ങനെ കഴിച്ചും പോയും തന്നെ ജീവിതം അവസാനിപ്പിക്കണോ? എന്താന്ന് വെച്ചാ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു അങ്ങോട്ട് ചെയ്യാം. വയറ്റിന്ന് പോവാതിരിക്കണമെങ്കിൽ അത് കഴിക്കാതിരിക്കുക. പിന്നെ വയറുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കഴിച്ചിട്ടും കളയിക്കാം. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വയറ്റിന് സുഖം കിട്ടും നല്ല സൂപ്പർ ഫുഡ് എന്തായാലും മേടിച്ച് കഴിക്കട്ടെ കേട്ടോ. ബൈ. വിളി, അവനെ വിളി. കേശുവേ, കേശു, വന്നേ. എന്താണ് ഇവിടെ വാ. എന്താ ചേച്ചി? എന്താടാ ഒരു കിണി മുഖത്ത്? അല്ല ഞാൻ ഇങ്ങനെ പറ എന്താ? ഞങ്ങളുടെ ബൺമസ്ക കഴിച്ചിട്ട് നിനക്ക് എപ്പോഴാടാ വയറിളകിയത്? കേരളയിലല്ലോ. പിന്നെ നീ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിട്ടാ വീഡിയോ ചെയ്തിട്ടെ? അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നിന്റെ ചൊറി കാണിക്കാനുള്ളതല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അയ്യോ ഞാൻ ചൊറി കാണിച്ചൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലടേ മനുഷ്യന്. എന്താ പറയാ, വായ തോന്നിവാസല്ലേ വിളിച്ചു പറയേണ്ടത്? ഞാൻ വായി തോന്നിയ ദിവസമല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ നീ വിളിച്ചത്. എന്റെ പിള്ളേരെ, നിങ്ങൾ അവനോട് വഴക്കിട്ടുണ്ടോ? നിങ്ങൾ നേരത്തെ പോവാൻ നോക്ക്. എന്റെ അമ്മൂമ്മ, ഇവൻ ചെയ്തു വെച്ച എന്താന്ന് അമ്മൂമ്മക്ക് അറിയോ? എന്തുവാ കാണിച്ചോളൂ. ഇത് നോക്കിക്കേ, ഇവൻ പറയാ ഞങ്ങൾ ഉണ്ടാക്കിയ ബൺമസ് കഴിച്ച വയറിളകൂന്ന്. ഇവൻ വീഡിയോ ചെയ്തിട്ടേക്കുന്നു സോഷ്യൽ മീഡിയയിൽ. കേശു, എന്റെ പൊന്നമ്മൂമ്മ, ഞാൻ അവരോട് ചോദിച്ച് നിങ്ങൾ തുടങ്ങാൻ പോണ പരിപാടിയിലോട്ട് എന്നെയും കൂടെ ഒന്ന് ചേർക്കുമെന്ന്. അപ്പൊ അവരെന്തോ പറഞ്ഞെന്നറിയോ? അയ്യോ പറ്റൂല, നിന്നെ കൂട്ടിക്കഴിഞ്ഞാൽ ബർക്കത്തില്ല, നിനക്ക് ഐശ്വര്യമില്ല, ഞങ്ങളുടെ പരിപാടി പൊളിയുമെന്ന്. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം വീഡിയോ എടുത്ത് എല്ലാരെയും അറിയിച്ചു. ആഹാ, അത്രേ ഉള്ളോ കാര്യം? മക്കളിങ്ങോട്ട് നീങ്ങിന്നേ. എന്താ ശരി ശരി ശരി. ബൺമസ്കി കുഴപ്പമൊന്നുമില്ല. ബൺമസ്കി തെച്ച ബട്ടനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പോരെ. മര്യാദക്ക് എന്തോന്ന് വെച്ചാ ഇപ്പൊ ഈ നിമിഷത്തിൽ ചെയ്തോണം. ചെയ്യാം. വേണ്ടമ്മ, ഇനി അവനൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൈ ഞാൻ വെട്ടിക്കൊള്ളുന്ന സമയം പണ്ടേ കഴിഞ്ഞു. കളിക്കല്ലേ? ഇപ്പൊ ഒരു തരാടാ. നിന്നെ പോലത്തെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് തെറ്റെന്നും പറഞ്ഞോണ്ട്. എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ കുറെ എണ്ണം ഇറങ്ങിക്കോളും. വള്ളി നിക്കർ ഇട്ട് കൊടുക്കാൻ. ഒരു സിനിമ ഇറങ്ങിയാൽ മതിയല്ലോ, കുറെ എണ്ണങ്ങൾ അപ്പൊ ഇറങ്ങും, കുറെ റിവ്യൂവും കമന്റും ഇട്ടുകൊണ്ട്. എന്നിട്ട് ആ സിനിമയുടെ കഥ മൊത്തം പറയുകയും ചെയ്യും. ഇങ്ങനെ വെറുതെ വീണയാണ് തെറ്റ്. പാർവേ, ക്യാമറ ഓൺ ചെയ്. ഇത് കണ്ടോ, എന്റെ വിദ്യയാണ് ഇന്ന്. ഉണക്കിയ. നമസ്കാരം, ഞാൻ ലച്ചു. ഞാൻ ഗൗരി. ഞങ്ങളാണ് ഗൗരി ലച്ചൂസ് ബൺമസ്ക ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളുടെ ബൺമസ്ക കഴിച്ചാല് വയറിളകും എന്നാണ് ദേ ഈ സാറ് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും കണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാറിനെ കൊണ്ട് ദേ ഈ ഇരിക്കുന്ന ബൺമസ്ക മൊത്തം തീറ്റിച്ചിട്ട് വയറിളകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള 24/7 ലൈവ് ഞങ്ങൾ നിങ്ങളെ സ്ട്രീം ചെയ്യും. അതെ, എന്നിട്ട് റിസൾട്ട് നമുക്ക് അങ്ങനെ കാണാം. ഞാനില്ല, ഇത് വയറിളകില്ലെങ്കിൽ വയറ് പൊട്ടി ഞാൻ ചാവും. ഞാൻ ഇല്ലേ പരിപാടിക്ക് ഞാൻ പോണു. എവിടെ പോണ്? വേണ്ട മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.